1 കൊരിന്ത്യർ 1:18. കുരിശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാവുന്നു. അപ്പോൾ നമ്മളുടെ ആ ക്രിസ്തീയ ജീവിതത്തിലെ ആ ഒരു ജംഗ്ഷനിൽ വരുമ്പോൾ നമുക്ക് കുരിശ് കാണാം. ആ കുരിശിനെ അനുഗമിച്ചു പോകുന്നവര് ജീവനിലേക്കുമാണ് പോകുന്നത്. ആ കുരിശിനെ നിഷേധിക്കുന്നവര് നാശത്തിലേക്കുമാണ് പോകുന്നത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ദൈവം വഴിയാകുന്ന ആ യേശു ക്രിസ്തു കുരിശിലൂടെയാണ് ആ വഴി നമുക്ക് ചൂണ്ടി കാണിച്ചു തരുന്നത്. ഹലോ, യേശു ക്രിസ്തു ആകുന്ന വഴി ചൂണ്ടിക്കാണിക്കുന്നത് യേശുവിന്റെ കുരിശ് വഴിയാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തില് 3-ാമത്തെ അധ്യായം 18-20 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, ആ കുരിശ് നമ്മൾക്ക് വഴിയായിട്ട് കാണിച്ചു തരുന്ന ആ ജംഗ്ഷനിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള വ്യക്തികളാണ് ആ ജംഗ്ഷനിൽ വരുന്നത്. ചിലവർ കുരിശ് തിരഞ്ഞെടുക്കുന്നു, ചിലവർ കുരിശ് നിഷേധിക്കുന്നു. ആ വ്യക്തികളെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തെക്കുറിച്ചും ഫിലിപ്പിയർക്കുള്ള ലേഖനം 3-ാമത്തെ അധ്യായം 18, 19, 20 വചനങ്ങൾ പറയുന്നുണ്ട്. ബ്രദർ ഒന്ന് വായിക്കാവോ? ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രുക്കളായി ജീവിക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശമാവുന്നു. അവരുടെ ദൈവം അവരുടെ ഉദരമാവുന്നു. അവരുടെ മഹത്വം അവരുടെ ലജ്ജയാവുന്നു. അവരുടെ ചിന്ത ഭൗതിക കാര്യങ്ങളാവുന്നു. അപ്പൊ അങ്ങനെ ഒരു ജനമുണ്ട്. ആ ജംഗ്ഷനിൽ വന്നിട്ട് അവർ ആ കുരിശിനെ അവഗണിച്ച്, കുരിശിനെ നിഷേധിച്ച് അവർ ചേർന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രയോറിറ്റീസ്, അവരുടെ ജീവിതത്തിലെ മുൻഗണന കൊടുക്കുന്നത് ചില കാര്യങ്ങൾക്കാണ്. അതേ സമയത്ത് വേറൊരു വിഭാഗം ആൾക്കാരും ആ കുരിശ് ഉള്ള ആ ജംഗ്ഷനിൽ വരുന്നുണ്ട്. അവരാരാണ്? എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാവുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ ജീവിതത്തിലെ ആ ജംഗ്ഷനിൽ ഇന്ന് ജീവിക്കുന്ന വ്യക്തികള് തെരഞ്ഞെടുപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ദൈവത്തിന്റെ വലിയ കൃപയാൽ ഇവിടെ ഇരിക്കുന്ന ജനവും എല്ലാവരും ഒരു തെരഞ്ഞെടുപ്പ് എടുത്തതാണ്. അത് ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണെന്നും ആ വാനമേഘങ്ങൾ വരുന്ന യേശുവിനെ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ജനമാണെന്നുമുള്ള ഒരു തെരഞ്ഞെടുപ്പ് എടുത്തു. അതേ സമയത്ത് ലോകത്തിൽ വളരെയധികം ജനങ്ങളുണ്ട്. അവരെ കുറിച്ചാണ് 18, 19 വചനങ്ങൾ പറഞ്ഞത്. അവരുടെ ദൈവം അവരുടെ ഉദരമാണ്, അവരുടെ ബലിയാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ച് ഒരു ചിന്തയില്ല. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ആ കുരിശാണ് നമ്മളെ ജീവനിലേക്ക് നയിക്കുന്ന വഴി ചൂണ്ടി കാണിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല. അത്ഭുതങ്ങളും അല്ലെങ്കിൽ മിറക്കിൾസ് അല്ല. മിറക്കിൾസ് ഒക്കെ ദൈവത്തിന്റെ ഒരു നമ്മളോട് സ്നേഹിക്കുന്നതിന്റെ എന്നാ പറയുന്നത്, ഒരു ഗിഫ്റ്റ് ആയിട്ടാണ്. ഇറ്റ് ഇസ് ഓൾ എക്സ്ട്രാസ്. ബട്ട് അതിന്റെ യേശുവിന്റെ പ്രധാനപ്പെട്ട മുഖ്യ കാര്യം എന്താണ്? യേശുവിന്റെ കുരിശാണ്. പലവരും ആ കുരിശിനെ മാറ്റിവെച്ചിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളുടെ പുറകെ പോകുന്നത്, അല്ലെങ്കിൽ ഒരു രോഗശാന്തി, അല്ലെങ്കിൽ ഒരു വിടുതല്, അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മതി, അതാണ് എല്ലാം എന്ന് വിചാരിച്ച് അതിന്റെ പുറകെ പോവുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ആ യഥാർത്ഥ വഴി ചൂണ്ടിക്കാണിക്കുന്നത് യേശുക്രിസ്തുവിന്റെ കുരിശാണ്. ആ കുരിശിനെ നമ്മൾ മുന്നേ കണ്ടിട്ട് വേണം. നമുക്കറിയാം, എബ്രായർക്കുള്ള ലേഖനത്തിൽ 12-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മളുടെ രക്ഷയുടെ നാഥനും അത് പൂർണ്ണതയിലേക്കും നയിക്കുന്ന ആ യേശുക്രിസ്തു എന്ന് പറയുന്നത് കുരിശ് തന്നെയാണ്. കാരണം എൻ്റെ വിശ്വാസവും എൻ്റെ രക്ഷയും യേശുവിൻ്റെ കുരിശ് വഴിയാണ്. ആ കുരിശ് യേശുവിനെ മുന്നിൽ കണ്ട, ആ കുരിശ് ഞാൻ മുന്നിൽ കണ്ടിട്ട് വേണം എൻ്റെ ക്രിസ്തീയ ജീവിതം ഞാൻ നയിക്കുവാൻ, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കുവാൻ. അപ്പോഴാണ് നമ്മൾ യേശു ക്രിസ്തു, ആ വഴിയായ യേശു ക്രിസ്തു നമ്മൾക്ക് വെച്ചിരിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾക്ക് എത്തുവാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഗലാത്യർക്ക് ലേഖനം 6-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം വായിക്കുകയാണെങ്കിലും അവിടെ നമുക്കറിയാം, പൗലോസപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് വഴി പറയുകയാണ്, ആ ഏറ്റവും ശ്രേഷ്ഠമായി പൗലോസപ്പോസ്തലൻ ഏറ്റവും ശ്രേഷ്ഠമായി കരുതിയത് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും വാട്ട് ഹി കുഡ് ബോസ്റ്റ് അബൌട്ട്, അത് ഒരു നേട്ടമായിട്ട് പറയുവാനുള്ളത് എന്താണെന്നുള്ളത്. ഗലാത്യൻസ് 6-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കുവാൻ ഇടവരാതിരിക്കട്ടെ. എനിക്ക് പ്രശംസയുള്ളത് ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ കുരിശിൽ മാത്രമാണ്. കാരണം അതാണ് എൻ്റെ ജീവിതത്തിൽ, ക്രിസ്തീയ ഏറ്റവും മുഖ്യമായ ഒരു കാര്യം യേശുവിന്റെ കുരിശാണ്. ബാക്കി വായിച്ചേ. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ അവൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചതുപോലെ ഞാനും അവന് വേണ്ടി എന്നിലുള്ള ആ ലോകത്തെ ഞാൻ ആ കുരിശിൽ ക്രൂശിപ്പിച്ചു. അങ്ങനെ ഞാനും യേശുവുമായിട്ട് ഒന്നായി ലയിച്ച്
ചേരുകയാണ്. അങ്ങനെ ഞാനല്ല ഇനി മുതൽ ജീവിക്കുന്നത്, യേശു ക്രിസ്തു ആണെന്ന് ഗലാത്യർക്കുള്ള ലേഖനത്തിൽ പറയുന്നത് പോലെ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ ഞാൻ മരിച്ച്, നമുക്കറിയാം റോമാർക്കുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട്, അവനോടുകൂടെ സാദൃശ്യമായ ഒരു മരണത്തിൽ ഞാൻ പങ്കാളിയാകുകയാണെങ്കിൽ അവനോടുകൂടെ സാദൃശ്യമായ ഒരു ഉയർപ്പിൽ എനിക്ക് പങ്കാളിത്തം ഉണ്ടാകും എന്നുള്ള അത് മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് വഴി പറയുകയാണ്, എനിക്ക് പ്രശംസ ഉണ്ടെങ്കിൽ അത് യേശുവിൻ്റെ കുരിശിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ഇവിടെ ക്രിസ്ത്യാനി അല്ലെ യേശുവിൻ്റെ വിശ്വാസി അല്ലെ യേശുവിൻ്റെ ഒരു ശിഷ്യൻ എന്നുള്ള ഒരു എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിക്ക് കുരിശ് മാത്രമായിരിക്കണം അവൻ മുന്നിൽ കാണേണ്ടത്. വേറെ ഒന്നുമല്ല, കുരിശ് മാത്രം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ 2-ാമത്തെ വചനം പൗലോസ് അപ്പോസ്തലൻ ആ കൊരിന്ത്യസ് ജനത്തോട് പറയുകയാണ്, എനിക്ക് വളരെയധികം ദൈവത്തെക്കുറിച്ചുള്ള അനുഭവമുണ്ട്, ദൈവത്തെ അറിയുവാനും ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളെ കുറിച്ചൊക്കെ എനിക്കറിയാം. എങ്കിലും ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അങ്ങനെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക ഞാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അത് യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചല്ല, യേശുക്രിസ്തു ചെയ്ത ഒന്നിനെ കുറിച്ചുമല്ല. പക്ഷേ വായിച്ചു കേൾക്കാം, എന്താണ് പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നത്? ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ആ ജനത്തോട് സംസാരിക്കുവാനും അവരുടെ മനസ്സുകളെ ഒന്ന് ജ്വലിപ്പിക്കുവാൻ വേണ്ടി. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ലെന്ന് നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ ആ പ്രയോറിറ്റീസ് പറയാണ്. ആദ്യം പറയാണ്, എനിക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് when I am with you I don't want to know anything but Jesus Christ. പിന്നെ പറയാണ്, 2-ാമത്തെ തലത്തിലോട്ട് പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പോലും എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ഒരേ കാര്യമേ ഉള്ളൂ, അവന്റെ കുരിശ് മരണത്തെ കുറിച്ച്. Then he says, I have nothing to share with you except Jesus Christ, and that to the crucified Jesus Christ. കാരണം നമുക്കറിയാം, യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് മരിക്കാൻ വേണ്ടിയാണ്. ഈ ലോകത്തിൽ യേശു ക്രിസ്തു വന്നത് ആ കുരിശ് മരണത്തിന് വേണ്ടിയാണ്. That was the purpose of his coming. That was the purpose of his being born in this world. ഇവിടെ കുറച്ചു പേർക്ക് രോഗശാന്തി കൊടുക്കാനോ അല്ലെങ്കിൽ പിശാചിനിൽ നിന്നോ ഒരു ബന്ധനത്തിൽ നിന്ന് മോചനം തരുവാനോ അല്ല യേശു ക്രിസ്തു വന്നത്. അതൊക്കെ യേശു ക്രിസ്തു ആ മനുഷ്യർ, ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, മനുഷ്യരുടെ മുകളിൽ അവന് അനുകമ്പ തോന്നി. ഹി ഫെൽറ്റ് കമ്പാഷൻ പറയുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് 5 അപ്പം അത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തതും എന്താണ്, അവർ വിശന്ന് വലഞ്ഞ് വീണ് പോവും, അവര് ബോധം they might faint. അങ്ങനെ he had compassion on them. പക്ഷെ യേശു ക്രിസ്തു വന്നത് ഇവിടെ കമ്പാഷൻ ഉണ്ടാകാനല്ല, യേശു ക്രിസ്തു വന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും ആ രക്ഷയെ മാറ്റിവെച്ചിട്ട് ഈ കമ്പാഷനും ഈ ഹീലിങ്ങും ഈ ഡെലിവറൻസിൻ്റെ ഉള്ള ഒരു യേശുവിനെ കുറിച്ച് മാത്രമേ മനുഷ്യർക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. പക്ഷെ രക്ഷ എന്നുള്ള യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു വന്നതിൻ്റെ മുഖ്യ പ്രധാന കാര്യം എന്താണ്? നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി പിശാചിന്റെ പിടിയിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് മോചിക്കുവാൻ വേണ്ടിയാണ്. ആ മോചനം എങ്ങനെയാണ് നേടിയത്? യേശു ക്രിസ്തു കുരിശാൽ മരിച്ച് രക്തം ചിന്തി, രക്തം വിലയായി കൊടുത്തിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ആ പിശാചിന്റെ പിടിയിൽ നിന്ന് യേശു ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തത്. അതുകൊണ്ടാണ് പറയുന്നത്, ഐ ഡോണ്ട് വാണ്ട് ടു നോ എനിത്തിങ് അമോങ് യു ബട്ട് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിം ക്രൂസിഫൈഡ്. അപ്പോൾ കുരിശ്, that is the most important thing. പിന്നെ റോമാർക്കുള്ള ലേഖനം 6-ാമത്തെ വചനം പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ യേശു ക്രിസ്തുവിനെ ആ കുരിശിനെ അറിയുകയും ഞാൻ ആ കുരിശ് എന്താണെന്ന് യേശു എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കി, എൻ്റെ ജീവിതത്തിൽ ഒരു ഒരു മരണം നടക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളത്. റോമൻസ് 6:6. നാം ഇനിയും പാപത്തിന് അടിമകളാതിരിക്കുവാൻ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് അറിയുന്നു. കാരണം എനിക്കറിയാം, അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടാൽ മാത്രമേ എനിക്ക് അവനോടുകൂടിയുള്ള ഒരു വിജയത്തിൽ പങ്കാളിത്തം ഉണ്ടാകുകയുള്ളൂ. കാരണം യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത് ദൈവപുത്രൻ പ്രത്യക്ഷനായത് പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ യേശു ക്രിസ്തു പിശാചിന്റെ മുകളിൽ ഒരു വിജയം നേടിയിട്ടുണ്ടെങ്കിൽ ആ വിജയത്തിൽ എനിക്ക് പങ്കാളിത്തം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഞാൻ അതേ കുരിശിൽ എനിക്കും മരിക്കണം, എങ്കിൽ മാത്രമേ വിജയം ഉണ്ടാകുകയുള്ളൂ. കാരണം എന്താണ്? അടുത്ത വചനം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന്. വായിച്ചേ. അങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ ആ യേശു ക്രിസ്തുവിന്റെ കുരിശ്, അപ്പോൾ ആ കുരിശാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് സ്വാതന്ത്ര്യം തരുന്നത്, ആ കുരിശാണ് നമ്മൾക്ക് ജീവൻ തരുന്നത്. പലരും വിചാരിക്കും ആ കുരിശ് മരണം ഒരു പരാജയമാണെന്നുള്ളത്. തീർച്ചയായിട്ടും കുരിശ് മരണം പരാജയമല്ല, കുരിശ് മരണം വിജയമാണ്.
കാരണം നമുക്കറിയാം കൊരിന്ത്യർക്കാരുടെ ലേഖനം തന്നെ വായിക്കുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ കുരിശുമരണം വഴിയാണ് വിജയം നേടിയത്. അങ്ങനെ ഒരു വിജയം നേടുമെന്ന് ആ ലോകത്തിലെ ജ്ഞാനികൾ അറിഞ്ഞിരുന്നെങ്കിൽ അവനെ ക്രൂശിക്കുകയില്ലായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് വചനം പറയുന്നുണ്ട്. ഹല്ലേലൂയ. 8-ാമത്തെ വചനം 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. But we speak the wisdom of God in a mystery, the hidden wisdom which God ordained before the ages for our glory, which none of the rulers of this age knew, for had they known, they would not have crucified the Lord of glory. മഹത്വത്തിന്റെ നാഥനെ അല്ലെ കർത്താവിനെ അവർ ക്രൂശിക്കുകയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്, കുരിശ് എന്ന് പറയുന്നത് ഒരു പരാജയത്തിന്റെ അടയാളമല്ല, കുരിശ് എന്ന് പറയുന്നത് വിജയത്തിന്റെ അടയാളമാണ്. ഒരു ഹല്ലേലൂയ. ഹല്ലേലൂയ. കുരിശ് വിജയത്തിലേക്കാണ് നയിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് അടുത്ത വചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. 2 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം പ്രഭു വായിക്കാം. 2 കൊരിന്ത്യർ 13:4. ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളും അവനിൽ ബലഹീനരാണെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. For though he was crucified in weakness, yet he lives by the power of God. For we also are weak in him, but we shall live with him by the power of God toward us. കാരണം നമുക്ക് മനസ്സിലാക്കണം, ആ കുരിശ് മനുഷ്യന്റെ ദൃഷ്ടിയിൽ അത് ബലഹീനതയുടെ ഒരു അടയാളമാണെങ്കിൽ പോലും ദൈവത്തിന്റെ ശക്തിയാണ് ആ കുരിശിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഞാൻ ദൈവത്തിന് വേണ്ടി എന്നെ തന്നെ എൻ്റെ സ്വാർത്ഥതയും എൻ്റെ ലോകത്തിന് എൻ്റെ മുകളിലുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പിടിപാട് അതും അല്ലെ ശാപത്തിനും പാപത്തിനോടൊക്കെ ഞാൻ സാത്താനോടും എല്ലാം ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഞാൻ ദൈവത്തിന്റെ ശക്തിയാലായിരിക്കും ഞാൻ ഇനി മുതൽ ജീവിക്കുന്നത്. അപ്പോൾ കുരിശ് ഒരു വിജയത്തിന്റെ അടയാളമാണ്, സ്ഥലമാണ്. അതുകൊണ്ടാണ് ഗലാത്യർക്ക് ലേഖനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം പറയുന്നത്, I have been crucified with Christ. It is no longer I who live, but Christ lives in me. And the life I now live in the flesh, I live by faith in the Son of God who loved me and gave himself for me. Galatians 2:20. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, ആ യേശുവുമായിട്ട് ഒന്നാകണമെന്നുണ്ടെങ്കിൽ ദ റൂട്ട് ഇസ് ദ ക്രോസ്. കുരിശാണ് യേശുവിനെയും എന്നെയും ഒന്നാക്കുന്നത്. അല്ലാതെ കുറെ മറ്റ് പല കാര്യങ്ങളും ചെയ്തിട്ടല്ല. കുരിശാണ് ഇസ് ദ വേ ടു ബി യുണൈറ്റഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഗലേഷ്യൻസ് 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താലത്രേ. ഹല്ലേലൂയ. ആ ക്രൂശിതനായ യേശു ഇന്ന് മഹത്വത്തിലാണോ ജീവിക്കുന്നത്? ആണോ? എങ്കിൽ ഞാനും നിങ്ങളും യേശുവിനോട് കൂടി ക്രൂശിതനായാൽ നമ്മളും അതേ മഹത്വത്തിന് പങ്കാളിത്തരുണ്ടാകും. We will be the partakers of the same glory which Jesus Christ is sharing today. കാരണം യേശു ക്രിസ്തുവിനോട് കൂടെ നമ്മളും മഹത്വപ്പെടും എന്ന് ദൈവത്തിന്റെ വാഗ്ദാനമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവമായിട്ട് ഒന്നാകുകയും ദൈവത്തിന്റെ മഹത്വത്തിൽ പങ്കാളിത്തം ഉണ്ടാകുന്നത് യേശുവിന്റെ കുരിശ് വഴിയാണ്. അങ്ങനെ ഞാനൊരു ആ ക്രോസ് റോഡിൽ, ആ ജീവിതത്തിലെ ക്രിസ്ത്യ ജീവിതത്തിലെ ആ ക്രോസ് റോഡിൽ ആ കുരിശിന് വേണ്ടി കുരിശ് എന്നെ ചൂണ്ടിക്കാണിക്കുന്ന ആ വഴി ഞാൻ തിരഞ്ഞെടുത്താൽ പിന്നെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഒന്നിനും നമ്മളെ യേശുവിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുകയില്ല. No one can separate us from the love of God. എന്തും ആയിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ ഇതിന് വരുന്നത്, പരാജയങ്ങളും പീഡനങ്ങളും എന്ത് വന്നാൽ നമുക്കറിയാം. റോമാർക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായം വായിച്ചാൽ അവസാനം വരും, അവിടെ ഉണ്ട് shall persecution, shall strife, tribulation, nothing can separate us from the love of God. കാരണം നമ്മൾ മനസ്സിലാക്കണം, ആ കുരിശിനോട് ഞാൻ ആണി അടിച്ച് I am fixed to the cross. ഒന്നിനും എന്നെ അതിൽ നിന്ന് മാറ്റുവാൻ പറ്റുകയില്ല. അങ്ങനെ വരുമ്പോഴാണ് അങ്ങനെ ആ യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ചെയ്തത് എന്താണെന്നും ആ യേശു ക്രിസ്തു വഴി എനിക്ക് എന്ത് കിട്ടുമെന്നും അല്ലെ ഞാൻ യേശു എനിക്ക് വേണ്ടി നേടിയെടുത്തത് എന്താണ് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ പിന്നെ സാത്താൻ്റെ ഈ കബളിപ്പില് എനിക്ക് അകപ്പെടുകയില്ല. I will not be under the deception of Satan. ആ ഡിസെപ്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസെപ്ഷനാണ് യേശു ക്രിസ്തു അല്ല ഏകരക്ഷകൻ. പല പല മാർഗങ്ങളും വഴികളുമുണ്ട്. യേശു ഒരു വഴി മാത്രം എന്നുള്ള ആ സാത്താൻ്റെ കബളിപ്പിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും ഒരു മോചനം കിട്ടും.
ഇന്ന് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഏക രക്ഷകൻ അല്ല എന്ന് പറയുന്നവരോ അല്ലെ വിശ്വസിക്കുന്നവരോ ആ കുരിശിനെ അവർ മനസ്സിലാക്കിയിട്ടില്ല. ആ കുരിശിൽ യേശു ചെയ്ത പ്രവൃത്തി എന്താണെന്ന് അവർക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഹോസിയ പ്രവാചകൻ പറഞ്ഞത്, എന്റെ ജനം അജ്ഞത മൂലം നശിച്ചു പോവുകയാണ്. മൈ പീപ്പിൾ ആർ ബീങ് ഡിസ്ട്രോയിഡ് ഫോർ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഐ ഹാവ് ഡൺ അറ്റ് ദ ക്രോസ് എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം, ഞാൻ വചനങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്നതാണ്. അപ്പോസ്തല പ്രവർത്തനം 4-12 വചനം പറയുന്നുണ്ട്, ആകാശത്തിലെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വഴി തന്നെ നമുക്ക് നൽകിയ സത്യമാണിത്. രക്ഷയ്ക്ക് വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളത്. വേറെ ഒരു വ്യക്തിക്കോ ഒരു സംവിധാനത്തിനോ ഒരു സഭയ്ക്കോ ഒന്നിനും നമ്മളെ രക്ഷിക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ രക്ഷയെ മുറുകെ പിടിക്കുകയാണെങ്കിൽ ആരെയാണ് മുറുകെ പിടിക്കേണ്ടത്? യേശുവിനെയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്, ദൈവപുത്രനെ സ്വന്തമാക്കിയവന് ജീവനെ സ്വന്തമാക്കി, ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവന്റെ ഉറവിടം യേശുവാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്, വഴിയും സത്യവും ജീവനും ഞാനാണ്. അപ്പോൾ വഴിയാകുന്ന കുരിശ് വഴി, ആ സത്യമാകുന്ന വചനം വഴി ഞാൻ യേശുവിലേക്ക് വരുമ്പോൾ ഞാൻ ജീവനിലേക്കാണ് പ്രവേശിക്കുന്നത്. I am stepping into eternal life through the cross at Calvary. കാരണം അവിടെയാണ് നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുത്തത്, വില കൊടുത്ത് വീണ്ടെടുത്തത്. പിന്നെ നമുക്കറിയാം, ഐസ പ്രവാചന പുസ്തകം 43-11 വചനം വളരെ വ്യക്തമായിട്ട് ദൈവം പറയുന്നുണ്ട്, I am the Lord and beside me there is none other എന്നാ പറയുന്നത്. ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ വേറെ രക്ഷകനില്ല എന്ന് ദൈവത്തിന്റെ വചനം അരുൾ ചെയ്യുകയാണ്. ബ്രദർ ഒന്ന് വായിച്ചേ. കാരണം പലവരും കൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനി അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശ്വാസി അല്ലെങ്കിൽ ശിഷ്യൻ എന്നൊക്കെ പറയുന്ന വ്യക്തികളുണ്ട്. അവര് ഈ സത്യം മനസ്സിലാക്കുക പോലുമല്ല, അവർ വിശ്വസിക്കുന്നുമില്ല, അത് ഏറ്റുപറയുന്നു പോലുമില്ല. വായിച്ചേ. ഞാൻ തന്നെ യഹോവ, ഞാനല്ലോ, അല്ലാതെ ഒരു രക്ഷകനില്ല. ഇത് പറഞ്ഞത് ഐസ പ്രവാചകനല്ല. ഇത് പറഞ്ഞത് ആരാണ്? ഹല്ലേലൂയ. ദൈവം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവം തന്നെയാണ് അരുൾ ചെയ്യുന്നത്, ഞാനല്ലാതെ വേറെ രക്ഷകനില്ല. പിന്നെയും ഐസ പ്രവാചന പുസ്തകം 45-22 വചനത്തിൽ പറയുന്നുണ്ട്, 45-22 ഐസയ, ലുക്ക് ടു മീ ആൻഡ് ബി സേവ്ഡ് all you ends of the earth, for I am God and there is no other. എന്തുമാത്രം ശക്തമായിട്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, വേറെ ഒരു രക്ഷകനില്ല. പിന്നെ എന്തിനാണ് വ്യക്തികൾ മറ്റ് രക്ഷകന്മാരുടെ പുറകെ പോകുന്നത്? വായിക്കുക. സകല ഭൂവാസികളെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ലല്ലോ. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ദൈവം മനുഷ്യനോട് പറയുക? സത്യം എങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഹെബ്രായരുടെ ലേഖനം 3-2 വചനം പറയുന്നത്, ഹൗ ഷാൽ വി എസ്കേപ്പ് 2 വചനം പറയുന്നത്, ഹൗ ഷാൽ വി എസ്കേപ്പ് ഇഫ് വി നിഗ്ലെക്ട് സോ ഗ്രേറ്റ് എ സാൽവേഷൻ. ഇത്ര മഹത്തായ രക്ഷയെ നമ്മൾ അവഗണിച്ചാൽ ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാകുകയില്ല പ്രിയപ്പെട്ടവരെ. ബിക്കോസ് യേശു ക്രിസ്തു ഇത്രയും വ്യക്തമായിട്ട് പറയാണ്, ഞാനാണ് ഏക രക്ഷകൻ, ഞാനല്ലാതെ വേറെ ഒരു രക്ഷകനില്ല. ഞാനാണ് രക്ഷകൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനുഷ്യന്റെ ബുദ്ധിയിൽ പറയാം, ഞാനാണ് രക്ഷകൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഒരു സത്യം പറഞ്ഞു, ഞാനാണ് രക്ഷ, വേറെ ആരും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട്, ഞാനാണ് രക്ഷകൻ, ഞാനല്ലാതെ വേറെ രക്ഷകനില്ല എന്നെടുത്ത് പറയുകയാണ്. സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുളി ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ. അത് വിശ്വസിക്കാൻ കൊള്ളുന്നതല്ലേ? അല്ലേ? പിന്നെ എന്തിനാണ് മനുഷ്യൻ മറ്റു രക്ഷകന്മാരുടെ പുറകെ പോകുന്നത്? ഹല്ലേലൂയ. കാരണം നമുക്കറിയാം, സംഖ്യാപുസ്തകം 21 4-9 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ കാരണം പലപ്പോഴും നമ്മൾ ഈ രക്ഷകൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഫോക്കസ് മാറിപ്പോകും. സംഖ്യാപുസ്തകം 21 4-9 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം, മരുഭൂമിയിൽ ദൈവത്തിന്റെ ജനം യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ചില പ്രയാസങ്ങളൊക്കെ വന്ന് അവരും പുറപുറത്തു, ദൈവത്തിന്റെ എതിരായിട്ട് പുറപുറത്തു. ദൈവം അവരെ ശിക്ഷിക്കുവാനായിട്ട് സർപ്പങ്ങളെ അയച്ചു. അപ്പോൾ ദൈവത്തിന്റെ ജനം നിലവിളിച്ച് കരഞ്ഞ് അപേക്ഷിച്ചു. ദൈവം അവരെ ക്ഷമിച്ചു, അവർക്ക് മാപ്പ് കൊടുത്തു. പറഞ്ഞു, ഒരു പിച്ചളയുടെ സർപ്പത്തെ മോശയോട് കൽപ്പിച്ചു, ഒരു പിച്ചളയുടെ സർപ്പത്തെ ഉണ്ടാക്കി വെക്കുക, അതിലേക്ക് നോക്കുന്നവർക്ക് ജീവൻ കിട്ടും, രക്ഷ കിട്ടും, സൗഖ്യം കിട്ടും എന്നുള്ളത് അല്ലേ? അപ്പോൾ അവര്
ദൈവം അവിടെ പറഞ്ഞെന്താണ്? ദൈവത്തെ യേശുക്രിസ്തു ഇത് പ്രതികരിക്കുന്ന എന്താണ്? കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ കുരിശയിൽ മരിക്കുന്ന യേശു ക്രിസ്തുവിനെ പ്രതികരിച്ചിട്ടുള്ളതാണത്. അവിടെ പ്രതികരിക്കുന്ന സർപ്പമാകുന്ന ആ സാത്താനെ അതിൽ കുരിശിൽ തറച്ചു വെച്ച് കഴിഞ്ഞു. അത് ആ കുരിശ് ഈസ് ഗിവിംഗ് ദ വിക്ടറി ഓവർ ദ സെർപ്പന്റ് ഹു ബിറ്റ് ദ പീപ്പിൾ. യേശു ക്രിസ്തു ആ കുരിശയിലെ പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിച്ചു. അതിനെ നോക്കുകയാണ് ദൈവത്തിന്റെ മഹത്തായ പ്രവൃത്തി. ദൈവം ആ രോഗത്തിന്റെയും ശാപത്തിന്റെയും മുകളിൽ ദൈവം എടുത്ത ആ വിജയത്തെ നിങ്ങൾ നോക്കി കാണുമ്പോൾ നിങ്ങൾക്കും സൗഖ്യം കിട്ടും. അങ്ങനെ ദൈവം പറഞ്ഞ എന്താണ്? മനുഷ്യരോട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന്റെ മഹത്വം ദർശിച്ചാൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കും. പക്ഷേ ഒടുക്കം അവര് ദൈവത്തെ അല്ല നോക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് സർപ്പത്തെ നോക്കാൻ തുടങ്ങി. ഹലോ, അവര് ദൈവത്തിന്റെ ആ മഹത്വത്തെ പകരം ആ പിച്ചള സർപ്പത്തെ ആരാധിക്കാൻ തുടങ്ങി. ദൈവം ഹെസക്കിയ എന്ന് പറഞ്ഞ രാജാവിനെ അയച്ചു. ആ രാജാവ് എന്താ ചെയ്തതെന്ന് നമുക്ക് 2 രാജാക്കന്മാർ 18-ാമത്തെ അധ്യായം 4-ാമത്തെ വചനത്തിൽ കാണാം. കാരണം അവര് ഫോക്കസ് മാറിപ്പോയി. ഇന്ന് ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് സംഭവിക്കുന്ന പല കാര്യങ്ങളുണ്ട്. യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലോ യേശുക്രിസ്തുവിനെ ഏകരക്ഷനായിട്ട് സ്വീകരിക്കാത്ത വ്യക്തികളോ കുരിശ് ഇവിടെ തൂക്കിയിട്ട് നടക്കുന്നുണ്ട്. ഹലോ, കുരിശ് ബട്ടൺ ഹോളിൽ വെക്കുന്നുണ്ട്, മാലയിലിടുന്നുണ്ട്. യേശുക്രിസ്തുവായിട്ട് ഒരു ബന്ധമില്ലാത്തവർ പോലും മാലയുടെ ഇവിടെ കുരിശ് വെക്കുന്നുണ്ട്. ഹലോ, പലയിടത്തും വെക്കുന്നുണ്ട്. ഇവിടെ സൈഡിൽ ചരട് കെട്ടിയിടുന്നുണ്ട്. കുരിശ് അങ്ങനെയുള്ള കുരിശാണെങ്കിൽ ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ പൂജാഗിരികൾ നീക്കിക്കളഞ്ഞു. ഹെസക്കിയ രാജാവിനെ കുറിച്ച് പറയുകയാണ്. ദൈവത്തിന്റെ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ച ഒരു രാജാവാണ്. വായിച്ചേ. അവൻ പൂജാഗിരികൾ നീക്കിക്കളഞ്ഞു, വിഗ്രഹങ്ങൾ തകർത്തു, അശേര പ്രതിഷ്ഠകൾ വെട്ടിമുറിച്ചു, മോശയുണ്ടാക്കിയ താമര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. കാരണം എന്താണ്? ആ സർപ്പം ദൈവത്തിന്റെ അന്നത്തെ പ്രവൃത്തി അല്ല ആ ഹെസക്കിയ രാജാവ് ജീവിച്ചിരുന്ന ആ കാലത്ത് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, കുരിശിലുള്ള ഫോക്കസ് മാറിപ്പോകരുത്. കുരിശേൽ നമ്മൾ നോക്കുമ്പോൾ കുരിശേൽ മരിച്ച യേശു ക്രിസ്തുവിനെ നോക്കേണ്ടത്, അല്ലാതെ ആ മരത്തിന്റെ കുരിശല്ല നമ്മളെ രക്ഷിച്ചത്. ഹലോ, പലപ്പോഴും ആ കുരിശേൽ നോക്കണമെന്ന് പറയുമ്പോൾ ഒരു മരക്കുരിശാണ്. ആ മരക്കുരിശിനെ ഒടുക്കം രക്ഷകനായിട്ടാണ് സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മരക്കുരിശല്ല രക്ഷകൻ. മരക്കുരിശേൽ മരിച്ച യേശുവാണ് രക്ഷകൻ. അതുകൊണ്ട് എത്ര കുരിശു തൂക്കിയാലും കഴുത്തെ തൂക്കിയാലും രക്ഷപ്പെടുകയല്ല. ആ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയാൽ രക്ഷപ്പെടും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ഇതാണ് where the focus changes. അപ്പോൾ കുരിശുണ്ടേലും ഇല്ലേലും നിങ്ങളുടെ രക്ഷയെ എഫക്ട് ചെയ്യുന്നില്ല. ഹലോ, നിങ്ങൾ കഴുത്തേൽ കുരിശ് ഇടുന്നുണ്ടോ ഇല്ലയോ എന്നല്ല ദൈവം നോക്കുന്നത്. നിങ്ങൾ ആ കുരിശെ മരിച്ച ഏകജാതനായ യേശു ക്രിസ്തു, സ്വന്തം മകനായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടോ എന്നാണ് പിതാവ് നോക്കുന്നത്. കുരിശല്ല രക്ഷയുടെ അടയാളം. പക്ഷെ ഇന്ന് മനുഷ്യൻ കുരിശുണ്ടെങ്കിൽ രക്ഷ പ്രാപിക്കും. അതല്ലേ മരിച്ച വ്യക്തികൾ ആ ശവപ്പെട്ടിയിൽ കിടക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് കുരിശ് കൊണ്ട് അങ്ങ് സ്ഥാപിക്കും. ഹലോ, യേശു ക്രിസ്തുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഉള്ള വ്യക്തികളാണെങ്കിൽ പോലും ആ ശവപ്പെട്ടിയിൽ കിടക്കുമ്പോൾ ആദ്യം കയ്യിൽ സ്ഥാപിക്കുന്നതാണ് കുരിശ്. ഇറ്റ് ഇസ് ലൈക്ക് നമ്മളറിയാം, മൗണ്ട് എവറസ്റ്റ് സ്വന്തമാക്കിയപ്പോൾ ടെൻസിങ്ങും ഹിലറിയും എന്താ ചെയ്തത്? ഒരു പതാക കൊണ്ട് സ്ഥാപിച്ചു. പ്രിയപ്പെട്ടവരെ, അത് യേശു ക്രിസ്തുവിനെ കുരിശാകണമെന്നുമില്ല. കാരണം ഹെസക്കിയ രാജാവ് മോശ ഉണ്ടാക്കിയ കുരിശ് നശിപ്പിക്കാൻ ദൈവം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം സമ്മതിക്കാതെ ഒന്നും നടക്കുകയില്ല. സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ആ കുരിശിനെ പിന്നെ ആ ദൈവം അന്ന് നൽകിയ ആ രക്ഷകനായ അല്ലെങ്കിൽ അവർക്ക് സൗഖ്യം തരുന്ന ഒരു കുരിശിൻ്റെ അടയാളം എന്നുള്ളത് അതിൻ്റെ കാലാവധി കഴിഞ്ഞു. അത് പിന്നെ ഒരു ഐഡലായി, ഒരു വിഗ്രഹമായി. ഇന്ന് കുരിശ് പലവർക്കും ഒരു വിഗ്രഹമാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ആ കുരിശല്ല നമ്മൾ ആദരിക്കേണ്ടത്. ആ കുരിശിൽ മരിച്ച യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ മുന്നേ കണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിക്കേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് സാത്താൻ്റെ ഡിസെപ്ഷൻ, കാരണം പലപ്പോഴും ഒരു കബളിപ്പിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. പിന്നെയും ഈ ലോകത്തിൻ്റെ നമ്മുടെ മുകളിൽ ലോകത്തിനുള്ള സ്വാധീനം, ദൈവത്തിൻ്റെ രാജ്യത്തിലെ പൗരനാണെന്ന് വെച്ചാൽ അതൊന്നും ഉണ്ടാവുകയില്ല.
നമുക്കറിയാം ഒരു അംബാസിഡർ, ഒരു സ്ഥാനപതി എന്നുള്ള ഒരു ജോലിയുള്ള ഒരു വ്യക്തിക്ക് സ്ഥാനപതിയായി ജോലി ചെയ്യുന്ന രാജ്യത്തിലെ അവിടെ സമ്പത്തുണ്ടാക്കണമെന്നോ അവിടെ വീടുകൾ വാങ്ങിക്കണമെന്നോ അവിടെ ബിസിനസ്സുകൾ തുടങ്ങണമെന്നോ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല. കാരണം എന്താ, അവനറിയാം 1 വർഷം 2 വർഷം കഴിയുമ്പോൾ അവന് സ്ഥലം മാറ്റം കിട്ടും. അപ്പോൾ ഈ വീടോ ഈ ബിസിനസ്സോ കൊണ്ടുപോകാൻ പറ്റുകയില്ല. അതുപോലെയാണ് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് നമുക്ക് ഒരു വിടുതൽ കിട്ടുകയാണ്. ഈ ലോകത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് വിടുതൽ കിട്ടുക എന്ന് പറയുന്നത് പാപത്തിൽ നിന്നൊരു വിടുതൽ കിട്ടുകയാണ്. കാരണം ഈ ലോകം ദൈവത്തിൻ്റെതല്ല, പിതാവിൻ്റെതല്ല. അതാണ് ദൈവത്തിൻ്റെ വചനം 1 യോഹന്നാൻ 2:16 പറയുന്നത്, അല്ലേ? ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്തത, ഇതൊക്കെ പിതാവിൻ്റെതല്ല, ഇതൊക്കെ ലോകത്തിൻ്റെതാണ്. ഇതിൽ നിന്നൊക്കെ നമുക്കൊരു വിടുതൽ കിട്ടുകയാണ്. പിന്നെ നമുക്കറിയാം ലൂക്കയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു മനുഷ്യന് 2 യജമാനന്മാരെ സേവിക്കാൻ പറ്റുകയില്ല. ഒരു മനുഷ്യന് 2 യജമാനന്മാരെ സേവിക്കാൻ പറ്റുകയില്ല. ഒന്നെങ്കിൽ ഒന്നിനെ സേവിക്കും, മറ്റൊന്നിനെ ദ്വേഷിക്കും. നോ മാൻ കൻ സെർവ് 2 മാസ്റ്റേഴ്സ്. അതുപോലെ തന്നെ ദൈവത്തെയും ലോകത്തെ പ്രതികരിക്കുന്ന പണത്തെയും ഒരു മനുഷ്യന് സേവിക്കാൻ പറ്റുകയില്ല. വി ആർ കമ്മിങ് ടു ദ ക്രോസ് റോഡ്സ്. നമ്മൾ ജീവിതത്തിൻ്റെ ക്രോസ് റോഡിൽ വരികയാണ്, ജംഗ്ഷനിൽ വരികയാണ്. നമ്മൾ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നൊരു തീരുമാനമെടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ തീരുമാനമെടുക്കേണ്ടത് കുരിശ് ചൂണ്ടിക്കാണിക്കുന്ന വഴിയാണ്, യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന വഴിയാണ്. നമ്മൾ പിതാവിനെ ചൂണ്ടിക്കാണിക്കുന്ന കുരിശാകുന്ന യേശുവിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 26-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ലോകം ഒരു മനുഷ്യൻ നേടിയാലും അവൻ എന്ത് ലാഭം, അല്ലെ എന്ത്, വാട്ട് ഡസ് ഇറ്റ് പ്രോഫിറ്റ് എ മാൻ, അല്ലേ? ഇഫ് ഹി ഗെയിൻസ് എ ഹോൾ വേൾഡ് ബട്ട് സഫേഴ്സ് എ ലോസ് ഓഫ് ഹിസ് ഓൺ സോൾ, അല്ലെങ്കിൽ അവൻ്റെ ആത്മാവിന് പകരമായിട്ട് അവൻ എന്ത് കൊടുക്കും? പ്രിയപ്പെട്ടവരെ, നമ്മൾ നിത്യതയെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ഈ ലോകത്തിലെ വ്യാപാരത്തിൻ്റെ പുറകെ പോയിട്ട് ഒടുക്കം മരിക്കുമ്പോൾ നമ്മുടെ നിത്യത പിശാചിൻ്റെ കൂടെ ആണെങ്കിൽ എന്ത് സങ്കടകരമായ ഒരു കാര്യമാണത്. അപ്പോൾ വി ആർ ഓൾ അറ്റ് ദ ക്രോസ് റോഡ്സ്. ജീവിതത്തിൻ്റെയും ക്രിസ്ത്യ ജീവിതത്തിൻ്റെയും ഒരു ജംഗ്ഷനാണ്. ജംഗ്ഷൻ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. സോ ലെറ്റ്സ് പുട്ട് ഇറ്റ് ജംഗ്ഷൻ. എല്ലാവർക്കും അറിയാം ജംഗ്ഷൻ. വി ആർ കമ്മിങ് ടു ദ ക്രോസ് റോഡ് ഓഫ് ലൈഫ്. ഇന്ന് യു ആർ ഓൾ അറ്റ് എ ക്രോസ് റോഡ്. ഇന്ന് നിങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ ഇന്ന് ജീവിതത്തിൻ്റെ ഒരു ക്രോസ് റോഡിലാണ്. നമുക്ക് എല്ലാ വഴിയിലും എല്ലാ റോഡിലും പോകാൻ പറ്റുകയില്ല, അല്ലേ? വൈറ്റ്ല ജംഗ്ഷൻ നിന്നിട്ട് നമുക്ക് കോട്ടയത്തും ചങ്ങനാശ്ശേരിക്കും എറണാകുളത്തോട്ട് ഒരുമിച്ച് പോകാൻ പറ്റുമോ? ഇല്ല. യു ഹാവ് ടു ടേക്ക് എ ചോയ്സ്. ആ ചോയ്സ് എന്താണ്? യേശു ക്രിസ്തുവിനെ കുരിശ് ചൂണ്ടിക്കാണിക്കുന്ന വഴി. ദാറ്റ് ഇസ് എ ചോയ്സ് ദാറ്റ് ഐ ഹാവ് ടു ടേക്ക്. കാരണം ആ കുരിശ് എന്നെ പിതാവിലേക്ക് നയിക്കുന്നത്. യോഹന്നാന്റെ ലേഖനം ഗോസ്പൽ പറയുന്നുണ്ട്, ഐ ആം ദ വേ ആൻഡ് ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ് ആൻഡ് നോ വൺ കൻ കം ടു ദ ഫാദർ എക്സെപ്റ്റ് ത്രൂ മീ. ഞാനും വഴിയും സത്യവും ജീവനുമാണ്. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിലേക്ക് വരാൻ പറ്റുകയില്ല. ആ പിതാവിനെ ചൂണ്ടിക്കാണിക്കുന്ന വഴി യേശുവാണ്. യേശുവിനെ കുരിശ് മരണം വഴി. ഹല്ലേലൂയ.